Name? Bishoy. Pisho. Your name? Faiz. Faiz. Yeah. Are you Nice to meet cyclist you. or? I think you're an athlete. Maybe football I or. am. I'm not a cyclist, but I like. ഇവിടെ പബ്ലിക് ആയിട്ടുള്ള ഡ്രിങ്കിങ് വാട്ടർ ഉണ്ട്. ഇവിടെ ഡ്രിങ്കിങ് വാട്ടർ മാത്രമല്ല, നല്ല ചൂടുള്ള സമയത്ത് ഒന്ന് തണുപ്പിക്കാനുള്ള സംഭവം കൂടി ഉണ്ട്. ഇവിടെ ഒരു ബട്ടൺ ഇത് പ്രസ് ചെയ്ത് ഒരു ഗോൾഡൻ പ്ലേറ്റഡ് ഗോൾഡൻ കളറുള്ളൊരു ഭക്ഷണമാണ്. എനിക്കിവിടെ കുറച്ച് പാകിസ്ഥാനി ഫ്രണ്ട്സിനെ കിട്ടിയിട്ടുണ്ട്. നമുക്കൊന്ന് അവരെ പരിചയപ്പെട്ടാലോ? आपका नाम क्या है? അലി. വ്യാഴാഴ്ച വൈകിട്ട് 5 മുതൽ 9 വരെ. അപ്പം ഞാൻ ഇവിടെ വന്നതാണ്. ഇവിടുത്തെ ബൈക്ക് കിച്ചണിലാണുള്ളത്. നമുക്കൊന്ന് ഉള്ളിൽ പോയി നോക്കാം. താങ്ക് യു. ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ വിയന്നയിലാണുള്ളത്. ഓസ്ട്രിയയുടെ ക്യാപിറ്റലാണ് വിയന്ന. ഓസ്ട്രിയൻ്റെ 20ാമത്തെ കൺട്രിയാണ്. കേരളത്തിൽ നിന്ന് ലണ്ടനിലേക്കുള്ള സൈക്കിൾ യാത്രയിൽ എൻ്റെ 20ാമത്തെ കൺട്രിയാണ് ഓസ്ട്രിയ. അപ്പം ഇവിടെ കുറച്ച് ദിവസം ഇവിടെ സ്പെൻഡ് ചെയ്തിട്ട് ഞാൻ ചെക്കിലേക്ക് പോകും. അത് കഴിഞ്ഞ് പോളണ്ട്, ജർമ്മനി, അങ്ങനെയാണ് എൻ്റെ റൂട്ട് വരുന്നത്. ഇന്നിപ്പം ഞാൻ വിയന്ന എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി വന്നതാണ്. എൻ്റെ പുറകിൽ നിങ്ങൾ ഈ കാണുന്നത് ഒപ്പേറ ഹൗസ് ആണ്. ഇതാണ് ഒപ്പേറ ഹൗസ്. വിയന്നയില് കുറെ സ്ഥലങ്ങൾ കാണാനുണ്ട്. അതിൽ വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് തിങ് ആണ് ഈ ഒരു ഒപ്പേറ ഹൗസ്. ടൂറിസ്റ്റുകളൊക്കെ ഇവിടെ വരുന്നുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ കയറണം. ഞാൻ നോക്കട്ടെ ഇതിൻ്റെ ഉള്ളിൽ എങ്ങനെയാണ് കയറാൻ പറ്റുന്നത്. ജസ്റ്റ് ഇപ്പം പുറത്തെത്തിയിട്ടേ ഉള്ളൂ. നമ്മുടെ ഇന്ത്യൻ എംബസി, ആ കാണുന്നതാണ് ഇന്ത്യൻ എംബസി. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് കോർണറിലാണ് ഈ ഒപ്പേറ ഹൗസ് വരുന്നത്. ഈ ഒരു സ്ട്രീറ്റിൽ എല്ലാ വർഷവും ജൂണിൽ സ്ട്രീറ്റ് മൊത്തം ക്ലോസ് ചെയ്തിട്ട് ഇവിടെ പരിപാടികൾ നടത്താറുണ്ട്. ഇവിടുത്തെ ഇവൻറ്റുകൾ, പാട്ടുകൾ ഉണ്ടാവും. അങ്ങനെ ഒരുപാട് പരിപാടികളൊക്കെ നടത്തിയിട്ട് ഒരുപാട് ആളുകൾ, ഏകദേശം 10,000-ഓളം ആളുകൾ വന്ന് അറ്റൻഡ് ചെയ്യുന്നൊരു പരിപാടിയാണ്. ആ അറ്റം മുതൽ ഈ എൻഡ് വരെ ഫുൾ ക്ലോസ് ചെയ്തിട്ട് ഇവിടെ ഫുഡ് ഉണ്ടാവും, പിന്നെ കലാപരിപാടികളുണ്ടാവും, പാട്ട്, ഡാൻസ്, അങ്ങനെ അടിപൊളി പരിപാടിയാണെന്ന് പറഞ്ഞത്. 21 വർഷമായി അത് നടത്തിക്കൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ ജൂണിലുണ്ടായിരുന്നു, ഇനി വരുന്ന ജൂണിലുണ്ടാവും. ഇപ്പം ഇതൊക്കെ ഇവർ തന്നെയാണ് ഇതിൻ്റെ ആൾക്കാർ. പ്രോസി തന്നെയാണ് ഇതെല്ലാം നടത്തുന്നത്. പ്രോസിയുടെ വക 21 വർഷമായിട്ട് ചെയ്യുന്നൊരു പ്രോഗ്രാമാണ്. അതിന് സ്പെഷ്യൽ പെർമിഷനൊക്കെ എടുക്കണം. അതൊക്കെ 21 വർഷമായിട്ട് എടുത്തിട്ട് ചെയ്യുന്നൊരു പരിപാടിയാണ്. ജൂണിലാണ് ഞാൻ വന്നിരുന്നെങ്കിൽ നമുക്ക് ആ പരിപാടിയൊക്കെ ഒന്ന് അറ്റൻഡ് ചെയ്യാമായിരുന്നു. ഇവിടെ ഒരുപാട് സംഭവങ്ങൾ കാണാനുണ്ട്. ഒരുപാട് സംഭവങ്ങൾ കാണാനുണ്ട്. എല്ലാം കൂടി കണ്ടു തീർക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നാലും എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ എല്ലാത്തിൻ്റെയും പുറത്തൂടെ പോവാം. കാരണം ഉള്ളത് ഫ്രാങ്ക് ആയിട്ട് പറയാം, ഇവിടെ ഈ മ്യൂസിയം ഒക്കെ വിസിറ്റ് ചെയ്യണമെങ്കിൽ 100 യൂറോ ഒക്കെ വരുന്നുണ്ട്. 100 യൂറോ അങ്ങനത്തെ ചാർജുകൾ വരുന്നുണ്ട്. അപ്പോൾ അത് ഇവിടെയുള്ള ഓരോ സംഭവവും കയറി ഇറങ്ങാന്ന് പറയുമ്പോൾ എനിക്കത് അഫോർഡബിൾ അല്ല. അതുകൊണ്ട് ഞാൻ എവിടെയും ഉള്ളിലേക്ക് ടിക്കറ്റ് എടുത്ത് കയറാനുള്ള ഒന്നും ഞാൻ കയറുന്നില്ല. ഫ്രീ എൻട്രി ആണെങ്കിൽ മാത്രമേ ഞാൻ കയറുള്ളൂ. അത് തന്നെ സൈക്കിൾ അലൗഡ് ആണ്. അപ്പം അതിൻ്റെ പുറത്തുനിന്ന് ഇവിടെ കാണേണ്ട ഇവിടുത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് അതിൻ്റെ പുറത്തുനിന്ന് അതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാം. അപ്പം ഈ വീഡിയോ നിങ്ങൾക്കൊരു ഹെൽപ്ഫുൾ ആവും. കാരണം ഇവിടെ വരികയാണെങ്കിൽ, ഇവിടെ വിയന്നയിൽ വരികയാണെങ്കിൽ നിങ്ങൾ അത്യാവശ്യം കാണേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. ഇന്നത് കാണണം. ഈ മ്യൂസിയം വേൾഡിലെ തന്നെ വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് നാച്ചുറൽ മ്യൂസിയം ആണ് ഈ കാണുന്നത്. നാച്ചുറൽ ഹിസ്റ്റോറിക്കൽ മ്യൂസിയം ആണിത്. അപ്പോൾ
ഇതിൻ്റെ ഉള്ളിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പം പക്ഷെ എൻട്രി ഫീ ആണ് താങ്ങാൻ പറ്റാത്തത്. അതുകൊണ്ട് ഞാൻ തൽക്കാലം കയറുന്നില്ല. ഇതിൻ്റെ പുറത്തൊരു ആനക്കുട്ടിയുണ്ട്. ആനക്കുട്ടീനെ ഡൊണേറ്റ് ചെയ്തത് ഒരു bronze sculpture of an elephant created in 2004 by Professor Gottfried Kumpf. ഈ കാണുന്നത് ഒരു പാലസ് ആണ്. ഈ പാലസിൻ്റെ പേര് എന്ന് പറയുന്നത് ന്യൂബർഗ് അല്ലെങ്കിൽ ന്യൂ പാലസ് എന്നൊക്കെ പറയും. ഇതിൻ്റെ ബാക്ക് സൈഡാണ് ഈ കാണുന്നത്. നമുക്കതിൻ്റെ ഫ്രണ്ട് സൈഡിലേക്ക് പോവാം. ഇതിലൂടെ സൈക്കിൾ ഓടിക്കാൻ പറ്റില്ല, അതുകൊണ്ട് സൈക്കിൾ ഉന്തി നടക്കണം. ഇതിൻ്റെ ബാക്ക് സൈഡാണ്. ഇവിടെ എന്തോ റിനോവേഷൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെയൊക്കെ ബ്ലോക്ക് ചെയ്തിട്ടിട്ടുണ്ട്. ഈ കാണുന്നത് വെൽറ്റ് മ്യൂസിയം വിയൻ. ഇവിടെ ഒരുപാട് മ്യൂസിയം കാണുന്നുണ്ട്. ഇതിൻ്റെ ഉള്ളിലൊക്കെ എന്താണെങ്കിലും പഠിച്ചോളേ. ഇതിൻ്റെ മുമ്പ് കണ്ട സ്ഥലത്ത് കയറാൻ 25 യൂറോ ആണ്. ഇവിടെ എത്രയാണെന്ന് ഞാൻ ചെക്ക് ചെയ്തിട്ടില്ല. എന്തായാലും ഏകദേശം അതിൻ്റെ ആ റേഞ്ചിൽ വരും. 20-30 യൂറോ വരും. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് തോന്നുന്നു. 20 യൂറോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 1800 ഒക്കെ വരും കേട്ടോ. അപ്പോൾ ഇതാണ് പാലസിൻ്റെ എൻട്രൻസ് ഫ്രണ്ട് ഭാഗം. നമ്മൾ നേരത്തെ കണ്ടത് പുറകുവശമായിരുന്നു. വാവ്, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അതിൻ്റെ ഏറ്റവും മുകളിലുള്ള ആ ഒരു സംഭവം കേട്ടോ. അതെനിക്ക് തോന്നുന്നത് പിച്ചള ബ്രാസാന്ന് തോന്നുന്നു. പക്ഷെ അതിൻ്റെ നിറമെല്ലാം കൂടി പച്ച നിറമായതാണോ അല്ലെങ്കിൽ പെയിൻറ്റ് പച്ച ആക്കിയതാണോ എന്ന് എനിക്കറിയില്ല. പച്ച ആയതുകൊണ്ട് എടുത്ത് കാണിക്കുന്നുണ്ട് ഈ ഒരു കളറിൽ. സംഭവം അടിപൊളിയായിട്ടുണ്ട്. ബ്യൂട്ടിഫുൾ, നല്ല രസമാണ്. വാവ്, ഫ്രണ്ടിലൊരു സ്റ്റാച്യു ഉണ്ട്. അതിൻ്റെ മുകളിലൊരു ഗോൾഡ് അടിപൊളിയല്ലേ. ദൂരെ നിന്ന് കാണുമ്പോൾ നല്ല രസമുണ്ട്. അത് എടുത്ത് കാണിക്കുന്നുണ്ട്, ആ ഗോൾഡും ആ ഗ്രീനും. ഇതാണ് പാലസ്. Thank you. You're from? Specific or? You're from which country? Well, my parents are both from Egypt originally. Egypt. But I Oh, was born and raised in Austria. oh, And nice. I'm studying here in there. Oh, this is a palace or college? What is this? This is the Hofburg. It's where the president resides. Oh, okay, okay. And it's also where there's the National Library where I study Oh, currently. of National Library. Yeah. Okay. Yeah, that's the Heldenplatz. The Thank heroes' you. place. I'm here. I can't understand what is this. Actually I The knew heroes' it. place. Heroes Place. Yeah, Helden. The statue. I think that's Prince Eugen. Okay. I think so. Yeah, I'm pretty sure that's Prince Eugen, but the other guy I don't. Okay. Your good name? Your name? Bishoy. Pisho. name? Faiz. Faiz. Yeah. Oh, Are you nice to meet cyclist? I think you're an athlete. Maybe football I or. am. I'm not a cyclist, but I like hiking. I'm from Tyrol. Oh, You know, nice. hiking, swimming, Wow. that's nice. calisthenics, all that kind of stuff. Yeah. Ah, you can That's- follow, then you'll get updates and all. That's crazy. Sure, man. ഇവിടെ പബ്ലിക്കായിട്ടുള്ള ഡ്രിങ്കിങ് വാട്ടർ ഉണ്ട്. ഇവിടെ ഡ്രിങ്കിങ് വാട്ടർ മാത്രമല്ല, നല്ല ചൂടുള്ള സമയത്ത് ഒന്ന് തണുപ്പിക്കാനുള്ള സംഭവം കൂടി ഉണ്ട്. ഇവിടെ ഒരു ബട്ടൺ
ഇത് പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു എന്താ പറയുക മോയ്സ്ചറൈസർ ഇങ്ങനെ ഇത് എന്താ പറയുക ഇതിന് ഹ്യൂമിഡിഫയർ അല്ല സ്പ്രേ, വെള്ളത്തിൻ്റെ സ്പ്രേ ഇങ്ങനെ വരും. അതിൻ്റെ അടുത്ത് നിന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്ന് മേലൊക്കെ ഒന്ന് തണുപ്പിക്കാം. വിയന്നെ ഇവര് വിയന്നൊന്ന് വിളിക്കുക. What's your name? Oh, nice name. You're from here or which country? Russia. ഞാനിപ്പോൾ വിയന്നയിലൊരു ഫേമസ് സ്ട്രീറ്റിലുള്ളത്. എന്താണ് ജോനസ് ഗെസ്സോ അങ്ങനെ എന്താ കറക്റ്റ്. ഇവിടുത്തെ നമ്മൾ നോർമലി വായിക്കുന്ന പോലെയുള്ള പ്രൊനൗൺസിയേഷൻ അല്ല. ആക്ച്വലി ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒപ്പേറ ഹൗസിൻ്റെ സൈഡിലൂടെ നേരെ നടന്നാൽ മതി. ഒപ്പേറ ഹൗസ് കഴിഞ്ഞ് നേരെ ബാക്കോട്ട് നടന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു സ്ട്രീറ്റിലേക്ക് എത്തും. ഒപ്പേറ ഹൗസ് എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യൻ എംബസിയുടെ നേരെ ഓപ്പോസിറ്റില്ല, കോർണർ ടു കോർണർ ഓപ്പോസിറ്റ് ആയിട്ടാണ്. അപ്പോൾ ഈ സ്ട്രീറ്റിലൂടെ നടക്കാം. ഇതിലൂടെ പോയിട്ട് എന്താ കാണാനുള്ളതെന്ന് പോയി നോക്കട്ടെ. വലിയ ധാരണയൊന്നും ഇല്ലാതെ ഞാൻ നടക്കുന്നത്, കാരണം ഇതൊന്നും പറഞ്ഞു തരാനൊന്നും അങ്ങനത്തെ ആളില്ല. അപ്പോൾ പിന്നെ നമ്മളിങ്ങനെ നടന്നു പോവുക, എവിടെ എത്തുന്നത് അവിടെ വെച്ച് ഗൂഗിൾ ലെൻസ് ഓപ്പൺ ചെയ്യുക, എന്താ അതൊന്ന് മനസ്സിലാക്കുക, അങ്ങനെയാണ് ചെയ്യുന്നത്. ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടൊന്നും ചെയ്യാൻ കഴിയില്ല. അപ്പോൾ പിന്നെ ഇതാണ് ഒരു ഓപ്ഷൻ ഉള്ളത്. എത്തുന്ന സ്ഥലത്ത് ഗൂഗിൾ ലെൻസ് ഓപ്പൺ ചെയ്തിട്ട് എന്താ സംഭവം എന്ന് നോക്കാം. ഇവിടെ ഒരു സൈക്കിൾ റിക്ഷ കാണുന്നുണ്ട്. ഇതൊരു നോർമൽ റിക്ഷ ആണെങ്കിൽ ഇവിടെ ഒരു സംതിങ് വെറൈറ്റി ആയിട്ടുള്ള ഒന്ന്, ഒരു ഗോൾഡൻ പ്ലേറ്റഡ് ഗോൾഡൻ കളറുള്ള ഒരു റിക്ഷയാണ്. സിറ്റി ടൂർ, സിറ്റിയിലൂടെ നടക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്കൊക്കെ ആ റിക്ഷ യൂസ് ചെയ്യാം. ഇതാണ് സെൻറ്റ് സ്റ്റീഫൻ കത്തീഡ്രൽ, വിയന്നയിലുള്ള വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് കത്തീഡ്രലാണിത്. ഇതിൻ്റെ ആർക്കിടെക്ചർ ഒരു രക്ഷയില്ല, ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ആർക്കിടെക്ചറാണ്. ഞാൻ തന്നെ കണ്ടിട്ട് അന്തം വിട്ടു പോയിട്ടുണ്ട് ഇതിൻ്റെ ഒരു ആർക്കിടെക്ചർ കണ്ടിട്ട്. ഇതിൻ്റെ നീളം 107 മീറ്ററാണ് ഇതിൻ്റെ നീളം, 40 മീറ്റർ ഇതിൻ്റെ വീതി, 136 മീറ്ററാണ് ഇതിൻ്റെ ഹൈറ്റ്. 136 മീറ്റർ. സെൻറ്റ് സ്റ്റീഫൻ കത്തീഡ്രൽ വളരെ ഫേമസ് ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു കത്തീഡ്രൽ. അപ്പോൾ വിയന്നയിൽ വരുന്നവർ ഇത് കണ്ടിട്ട് പോയാൽ മതി. അവിടെ അതിൻ്റെ ചെറിയൊരു ഇതുണ്ട്, അതൊന്ന് നമുക്ക് കാണാം. ഇതിൻ്റെ ഒരുപാട് ആളുകൾ വിസിറ്റ് ചെയ്യുന്ന സ്ഥലമാണ്, നല്ല ക്രൗഡുണ്ട്.
എനിക്കിവിടെ കുറച്ച് പാകിസ്ഥാനി ഫ്രണ്ട്സിനെ കിട്ടിയിട്ടുണ്ട്. നമുക്കൊന്ന് അവരെ പരിചയപ്പെട്ടാലോ? आपका नाम क्या है? Ali. अली. आपका नाम? Mohsen. मोहसिन. क्या कर रहे हैं इधर काम? इधर हम विजिट करते हैं. विजिट के लिए इटली आए? से आए, इटली से. इटली से आया? अच्छा. इटली में क्या कर रहे हैं? इटली में वर्किंग. ഇവര് 2-3 പേരും കൂടി ഉണ്ട്. അവര് എന്തോ വാങ്ങിക്കാൻ വേണ്ടി ഷോപ്പിൽ പോയിട്ടുണ്ട്. അവരിപ്പം വരും, എന്നോട് ഇവിടെ നിൽക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ചേർച്ചിന് മുന്നിൽ നിന്നാണ് കണ്ടത്. എൻ്റെ ഫ്ലാഗ് കണ്ടപ്പോൾ അവർ വന്നതാണ്. ഇന്ത്യൻ ഫ്ലാഗ് കണ്ടപ്പോൾ അവർക്കൊരു ക്യൂരിയോസിറ്റി. ഇന്ത്യയിൽ നിന്ന് സൈക്കിൾ ഓടിച്ചിട്ട് തന്നെയാണോ വരുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് അവർ വന്നതാണ്. അതെ, आपका नाम क्या है? मेरा नाम ताहिर. ताहिर. मेरा नाम मुदस्सर. मुदस्सर. जी. अच्छा, താങ്ക് യു. അവരെനിക്ക് വെള്ളമൊക്കെ വാങ്ങിക്കൊണ്ടുവന്നിട്ടുണ്ട്. അവരെന്റെ ഫ്ലാഗ്, ഇന്ത്യന്റെ ഫ്ലാഗ് കണ്ടപ്പം വന്നതാ. इधर से किधर जा रहे हैं ढूंढने के लिए? हम इधर रहते हैं, ऐसे घूमने हैं. ये हमारे भाई है, भाई. ये इटली से आए हैं, इनको घुमाने आए हैं. और बाकी हम तीनों इधर ही रहते हैं, इधर ही काम करते हैं, सिर्फ इनके साथ घूमते हैं. कितना साल हो गया इधर? हमें हो गया इधर 10 साल. 10 साल. हाँ जी, सिटीजनशिप भी है? सिटीजनशिप है. हाँ, अच्छा. अ, पाकिस्तान में किधर है? पाकिस्तान में रहते हैं, पंजाब. पंजाब. अच्छा. लिहिल्या मग 2 मिनिट. टेन्शन आलं मग. चौरी लव उतरला. ഇത് യൂറോപ്പിൽ എല്ലായിടത്തും ഉള്ളൊരു സംഭവമാണ്. ഇത് ബൈക്ക് കിച്ചൺ എന്ന് പറയും. ബൈക്ക് കിച്ചൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ വ്യാഴാഴ്ചയും വൈകിട്ട് 5 മണി മുതൽ 9 മണി വരെ ഇവിടെ വന്നാൽ നമുക്ക് ടൂൾസ് ഉപയോഗിച്ച് നമുക്ക് സ്വന്തമായിട്ട് റിപ്പയർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ ആ ഒരൊറ്റ ദിവസം, ബാക്കിയുള്ള ദിവസം ഒന്നുമില്ല, വ്യാഴാഴ്ച വൈകിട്ട് 5 മുതൽ 9 വരെ. അപ്പോൾ ഞാൻ ഇവിടെ വന്നതാണ്. ഇവിടുത്തെ ബൈക്ക് കിച്ചണിലാണുള്ളത്. നമുക്കൊന്ന് ഉള്ളിൽ പോയി നോക്കാം. ഇതാണ് ഇവിടുത്തെ. കിച്ചൺ. ഇപ്പം എൻ്റെ ചെയിൻ ചേഞ്ച് ചെയ്യാൻ സമയമായിട്ടുണ്ട്. ഇത് 10 സ്പീഡ് ഏകദേശം 40 യൂറോ വരും പോലെ. മറ്റേ 9 സ്പീഡ് 7 സ്പീഡൊക്കെ 20 യൂറോ വരുള്ളൂ. 10 സ്പീഡ് ഭയങ്കര കോസ്റ്റ്ലിയാണെന്ന് പറയുന്നത്. Give me. Thank you. ഓ, ഇതുപോലത്തെ ഒന്ന് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കെൻ്റെ എല്ലാ സാധനവും കൊണ്ടുപോട്ടാ. ഏതാ ബൈക്ക്? വാവ്, നൈസ്. Are you from? Are you from? Austria. Austria. സംഭവം കിട്ടുമല്ലേ? എന്ത് സാധനം വേണമെങ്കിലും നമുക്കിതിൽ കൊണ്ടുപോകാം. കൂടാതെ അതാ അവിടെ വേറൊരു സൈക്കിൾ ഉണ്ടോ, ഒരാളെ ഹൈറ്റുള്ള സൈക്കിൾ. ഇതുമേലേക്ക് എങ്ങനെ കയറുമെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. അതുമാതിരി ഒരു സൈക്കിൾ അതാ. ചെയിൻ വാങ്ങിച്ചു. സ്രാമിൻ്റെ 30 യൂറോ ആണ്.
2700 ചെയിന്. നാട്ടിലാകുമ്പോൾ ഇത്ര വരുള്ളൂ. യൂറോപ്പല്ലേ, അപ്പോൾ നമുക്ക് വരും. €30. ഞാൻ തന്നെ ഇവിടെ ഇരുന്ന് ചെയിനൊക്കെ മാറ്റിയിട്ടുണ്ട്. നോക്കാം, ചിലപ്പോൾ ഈ സാധനം മാറ്റേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ നാളെ ഷോപ്പിൽ പോയിട്ട് മാറ്റേണ്ടി വരും. €52 ആണതിന്. ഇതിപ്പം €30 കൊടുത്ത് വാങ്ങിച്ചിട്ടതാണ്. ഇത് വർക്കായാൽ മതിയായിരുന്നു. കുറച്ചോനെ സ്ലിപ്പായിട്ടുണ്ടെങ്കിൽ നാളെ വീണ്ടും വരണം. ഓക്കെ, അപ്പോൾ നമുക്ക് വിട്ടാലോ. Okay, bye. Thank you. Okay, bye. Bye. All the best. Thank you so much. Okay, bye.